ഹായ് ഹലോ ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് ലൈവ് സെഷനിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ബയോളജി ലൈവ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സീരീസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ക്ലാസ്സുകളും ഓരോ ലൈവ് സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം ലൈവ് സെഷൻസ് അല്ലെ MCQ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് ഓരോ സബ് ഓപ്ഷൻസും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. സോ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ് ആണ് ഫസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മാച്ച് അപ്പ് രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ 4 ഉത്തരങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഓരോ പോയിന്റുകളും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക കേട്ടോ. നോക്കിക്കേ, കോളം എയിൽ നമുക്ക് സെല്ലിൻ്റെ ഉള്ളിലുള്ള പാർട്സ്. ഓക്കെ, ഒരു കോശം എടുക്കുകയാണ് എങ്കിൽ, ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ ഇൻറ്റേർണലായിട്ട് ഉള്ളിലുള്ള പാർട്ടുകളാണ് തന്നിരിക്കുന്നത് എ കോളത്തിൽ. ബി കോളത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? ഫങ്ഷനാണ്. ഈ ഒരു എ കോളത്തിന് മാച്ച് ചെയ്യുന്ന ജോലി ഫങ്ഷനാണ്. നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ന്യൂക്ലിയസ് എന്ന് തന്നിരിക്കുകയാണ്. ന്യൂക്ലിയസിൽ ബി കോളത്തിൽ ഏതായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് നോക്കിക്കേ. കറക്റ്റായിട്ട് ഇതിൽ ഏത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും? പ്രോട്ടീൻ സിന്തസിസ്, കൺട്രോൾ സെൻറ്റർ, എനർജി പ്രൊഡക്ഷൻ, ഡൈജഷൻ എന്നിവ ഓപ്ഷനിലുണ്ട്. ശരിയായ ഉത്തരം എന്ത് തന്നെയാണ്? ഒരു കോശത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മുടെ ന്യൂക്ലിയസ് ആയതുകൊണ്ട് ദ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ്? കൺട്രോൾ സെൻറ്റർ ആണ് ന്യൂക്ലിയസ് എന്ന് പറയാം അല്ലേ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, റൈബോസോം ആണ് തന്നിരിക്കുന്നത്. റൈബോസോമിൽ കറക്റ്റായിട്ട് നമുക്ക് എന്താ മാച്ച് ചെയ്യാൻ പറ്റുക? റൈബോസോമിൻ്റെ ജോലി എന്താണ്? പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് കേട്ടോ. ഒരു കോശത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുക എന്നതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? റൈബോസോമിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനെ നമുക്ക് മാച്ച് ചെയ്യാം? നോക്കിക്കേ, ബി പ്രോട്ടീൻ സിന്തസിസ് എന്ന് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൈറ്റോകോൺട്രിയ, ഒരു കോശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് കോശാംഗമാണ്, സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഏറ്റവും പ്രധാന ജോലി എന്ന് പറയുന്നത് എനർജി പ്രൊഡക്ഷൻ ആണ്, ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് കേട്ടോ. എനർജി പ്രൊഡക്ഷൻ ആണ് ജോലി. സോ ഇത് നമുക്ക് കറക്റ്റ്ലി ഇങ്ങനെ തന്നെ മാച്ച് ചെയ്യാം. ഇനി ലൈസസോം ആണ് എങ്കിലോ ഡൈജഷൻ ആണ്. അതായത് ലൈസസോം സെല്ലിനുള്ളിലേക്ക് വരുന്ന ഫോറിൻ ബോഡീസിനെ ആവശ്യമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പുറത്തുനിന്ന് കയറി വരികയാണ്, ആവശ്യമില്ലാത്തവർ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? അതിനെ ഫോറിൻ സബ്സ്റ്റൻസ് എന്ന് പറയുക അല്ലേ. അപ്പോൾ അവരെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയണം, ദഹിപ്പിച്ച് കളയണം, ഡൈജസ്റ്റ് ചെയ്ത് കളയണം. ആര് ചെയ്യുന്ന ജോലി? ലൈസസോം ചെയ്യുന്ന ജോലി. സോ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എങ്ങനെയാണ്? എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്, സി 3, ഡി 4. ഏത് ഓപ്ഷനാണ് പിക്ക് ചെയ്യാൻ പറ്റുക? ദ ഫസ്റ്റ് വൺ എ ആണ് പിക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇങ്ങനെ വലിയ ചോദ്യങ്ങളെന്ന് തോന്നുന്നെങ്കിലും എന്താണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സിമ്പിളായിരിക്കും. അപ്പോൾ ചോദ്യം വലുതാണ് എന്ന രീതിയിൽ അതിനെ ഒഴിവാക്കരുത്. ശ്രദ്ധയോടെ ഓരോ പോയിന്റുകളും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഉത്തരം നമുക്ക് കിട്ടി. സോ നമ്മൾ 4 പോയിന്റുകളാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നത്. 4 പോയിന്റുകൾ പഠിച്ചു അല്ലേ. നോക്കിക്കേ, ന്യൂക്ലിയസ് കൺട്രോൾ സെൻറ്റർ ആണ് എന്നും, റൈബോസോം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു എന്നും, മൈറ്റോകോൺട്രിയ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നും, ലൈസസോം ഡൈജഷന് സഹായിക്കുന്നു. എന്തിൻ്റെ ഡൈജഷനാണ്? അതായത് ഉള്ളിലേക്ക് കയറി വന്ന ഫോറിൻ സബ്സ്റ്റൻസിനെ ദഹിപ്പിച്ച് കളയുക എന്ന മീനിങ്ങിലാണ് ഡൈജഷൻ എന്ന ടേം യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് പിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. അടുത്തതിലേക്ക് പോകാം നമുക്ക്. നോക്കിക്കേ, ദ സെക്കൻഡ് വൺ, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ബ്ലഡ് ഈസ് എ ടൈപ്പ് ഓഫ്. ബ്ലഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്ത് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ടിഷ്യൂ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ബ്ലഡ് എന്താണ്? ഒരു ടിഷ്യൂ ആണ്. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കലയാണ്, കോശങ്ങളുടെ കൂട്ടമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കലയാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണോ, മസിൽ ടിഷ്യൂ ആണോ, കണക്റ്റീവ് ടിഷ്യൂ ആണോ, നെർവസ് ടിഷ്യൂ ആണോ? എന്താണ് നിങ്ങൾ ഗസ് ചെയ്യുക? ശരിയായ ഉത്തരം ഇതിൽ ഏതായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ, യോജക കലയാണ്. പരസ്പരം യോജിപ്പിച്ച് നിർത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത്?
നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ രക്തം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പോയിന്റ്, രക്തം അല്ലെങ്കിൽ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ ആണ്. ഏത് ടൈപ്പ് ടിഷ്യൂ? അത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി വീണ്ടും നമ്മൾ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ എങ്ങനെയാണ് ബ്ലഡ് ഇരിക്കുന്നത്? ഫ്ലൂയിഡ് ആയിട്ടാണ് അല്ലേ? സോ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിന് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത്? ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചോദ്യം എങ്ങനെയാകാം? ഇപ്പം എന്താണ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിന് ഒരു എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ എഴുതാമായിരുന്നു? ബ്ലഡ് എഴുതാമെന്ന് മനസ്സിലാക്കുക. ആ ഒരു ടേം സൂചിപ്പിക്കുന്നത് പോലെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് പോലെ കല അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? കോശങ്ങളുടെ കൂട്ടമാണ്. സെല്ല് ജോയിൻ ചെയ്യുമ്പോഴാണ് ആര് ഫോം ചെയ്യുന്നത്? ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ഇത്തരത്തിൽ സെല്ലുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. സോ ബ്ലഡ് എന്താണ്? ബ്ലഡ് ഒരു ടിഷ്യൂവിന് ഉദാഹരണമാണ്. ഇനി ഏത് ടൈപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഏത് ടൈപ്പാണ്? യെസ്, അത് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ നമുക്ക് തേർഡ് വൺ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും എന്താണ്, എല്ലാ കാര്യങ്ങളിലും നമ്മളെല്ലാവരും എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന ഫീൽഡിനെ കുറിച്ചിട്ടാണെങ്കിലും എന്താണ്, ഓരോ കാര്യങ്ങളും വളരെ വേഗത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നതിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് വിൻഡോ ആണ്, അല്ലെങ്കിൽ എന്താണ് കറക്ഷൻ വിൻഡോ ആണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എങ്കിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അതിന് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ലൈവ് സെഷൻസ് എല്ലാം കഴിയുമ്പോൾ ഈ ഒരു ലൈവിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തിനാണ്? നമ്മൾ ഈ ഒരു ലൈവൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ചോദ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് നോക്കണം, ക്വസ്റ്റ്യൻസ് മാത്രം കിട്ടിയാൽ മതി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും ഒരു MCQ പോലെ സ്വന്തമായിട്ട് ചെയ്തൊക്കെ പഠിക്കാം. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമാണ്, ഇത്തരത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് അവരൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ദ നെക്സ്റ്റ് വൺ നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് WBC ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ? ചോദ്യം ഇങ്ങനെയാണ്, ആരെക്കുറിച്ച്? WBCയെ കുറിച്ച്. അപ്പോൾ WBC എന്താ? നമ്മുടെ രക്തത്തിലുള്ള ഒരു കോശമാണ് അല്ലേ? ബ്ലഡിലുള്ള ഒരു സെല്ലാണ് WBC എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതലേ പഠിക്കുന്നതാണ് അല്ലേ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, ഇവയെല്ലാം രക്തത്തിലെ ഘടകങ്ങളാണ്. അപ്പോൾ ഈ രക്തത്തിൽ കാണുന്ന WBC 5 തരത്തിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ എത്ര തരത്തിലുണ്ട് WBC എന്ന് പറയുന്നത്? 5 ടൈപ്പ് WBC ഉണ്ട്, 5 ടൈപ്പ്. ഓക്കെ, 5 തരത്തിലുള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഏത് WBC ആണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ എന്നിവ ഓപ്ഷനിലുണ്ട്. ഏതാ നിങ്ങൾ പിക്ക് ചെയ്യുക? ശരിയായ ഉത്തരം ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഏതാണ്? ന്യൂട്രോഫിൽ ആണോ, മോണോസൈറ്റ് ആണോ, ലിംഫോസൈറ്റ് ആണോ, അതോ ബേസോഫിൽ ആണോ? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, അതായത് ആൻറ്റിബോഡികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന WBC ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ലിംഫോസൈറ്റുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള WBC ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് WBC ആണ് ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ പറയണം ആരാണ്? അത് ലിംഫോസൈറ്റുകളാണ് എന്ന് പറയാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രോഫിലും മോണോസൈറ്റും ബേസോഫിലും എല്ലാം എന്ത് തന്നെയാണ്? ഈ 5 WBCകൾ ഉണ്ട് എന്ന് പറഞ്ഞതിലെ ആളുകൾ തന്നെയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. WBCകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ WBCയും കൂടി ചേർത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി നൽകുന്നത് ആരാണ്? WBC ആണ് കേട്ടോ. WBC നമുക്ക് രക്തത്തിലെ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്ത് ജോലി ചെയ്യുന്നു? അത് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊന്ന് മനസ്സിൽ കരുതിയേക്കുക കേട്ടോ. നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, നോക്കിക്കേ. വിച്ച് ഡിസീസ് ഈസ് ഡ്യൂ ടു ആൻ എക്സ്ട്രാ X ക്രോമസോം ഇൻ മെയിൽസ്? അപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്ലാണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ക്രോമസോമുകളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ ചെയ്യുക? വേഗത്തിലൊന്ന് പറഞ്ഞേ, നമുക്ക് എത്ര ക്രോമസോം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്രോമസോം നമ്പർ എത്രയാണ്? അത് 46 എണ്ണമാണ് കേട്ടോ. എത്രയാണ്? 46 ആണ്, 46 ആണ് എന്ന് മനസ്സിലാക്കുക.
സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ നോർമൽ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്താണ് അതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാകൂ. അപ്പോൾ ഒരു മെയിലാണ് എന്നുണ്ടെങ്കിൽ 44 ഓട്ടോസോം, അതായത് നമുക്ക് ഗ്രോത്തും വളർച്ചയൊക്കെ സാധ്യമാക്കുന്ന നമ്മുടെ ശരീര നിർമ്മിതിക്കുള്ള ക്രോമസോമുകളുടെ കൂടെ ആര് കൂടി XY കൂടി വരുമ്പോഴാണ് അത് ആരായി മാറുക, ഒരു മെയിലായിട്ട് മാറുക. ഇനി ഫീമെയിൽ ആണ് എങ്കിലോ 44ൻ്റെ കൂടെ XX ക്രോമസോം വരുമ്പോഴാണ് അത് ഫീമെയിൽ ആയിട്ട് മാറുക. ഇതാണ് കോമൺ ആയിട്ട് കാണേണ്ടത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ക്രോമസോമൽ ഡിസീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോമസോമൽ വ്യത്യാസങ്ങൾ മൂലം ചില അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അവയാണ് ഏതൊക്കെയാണ്? ഓപ്ഷനിൽ തന്നിരിക്കുന്ന ടർണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ക്ലെൻഫെൽറ്റർ സിൻഡ്രോം, അതുപോലെ തന്നെ ട്രൈസോമി 21 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്നു ഇത് പുരുഷന്മാരിൽ മാത്രമാണ് കാണുക. ഓക്കെ, പുരുഷന്മാരിൽ കാണുന്ന ഒരു അസുഖമാണെന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നീട് പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രാ X ക്രോമസോം, ഒരു X ക്രോമസോം അധികമുണ്ട് എന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലെൻഫെൽറ്റർ സിൻഡ്രോം ആണ് കേട്ടോ. അതായത് നോക്കിക്കേ, 44 + XY ആയിരുന്നു എപ്പോൾ കാണേണ്ടത്, നോർമലായിട്ടുള്ളപ്പോൾ കാണേണ്ടത്. എന്നാൽ നമുക്ക് ഒരു X കൂടുതലായി പോയി ആരില്, മെയിലില്. അങ്ങനെയാണെങ്കിൽ 44 + XY എന്നായിരിക്കും എങ്ങനെയുള്ള ആളുകളിൽ കാണുക, ക്ലെൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ആളുകളിൽ കാണുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ക്ലെൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമിലുള്ള വ്യതിയാനമാണ്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്താ, ക്ലെൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമിലുള്ള വ്യതിയാനമാണ്. ഇത് മെയിലുകളിൽ മാത്രം, അതായത് എന്താണ്, പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരവസ്ഥയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒരു X ക്രോമസോം എക്സ്ട്രാ വരികയാണ്. അതായത് XY എന്നാണ് പുരുഷന്മാരിൽ കാണേണ്ടത്. എന്നാൽ ഇവിടെ ഒരു X കൂടി അധികം വന്നു. അപ്പോൾ എങ്ങനെ വരും, XY എന്നായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ക്ലെൻഫെൽറ്റർ സിൻഡ്രോം, കിങ് എന്ന് വിചാരിക്കുക. കിങ് രാജാവ്, പുരുഷനല്ലേ. അപ്പോൾ പുരുഷന്മാരിൽ കാണുന്ന ക്രോമസോമൽ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ ഡിസീസാണ് ഏതെന്ന് പറയുന്നത്, ക്ലെൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വന്നിരിക്കുന്നത്, ഒരു X എക്സ്ട്രാ വന്നിരിക്കുകയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇനി ഈ ടർണർ സിൻഡ്രോമിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്, സെക്സ് ക്രോമസോമിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. ഇത് സ്ത്രീകളിൽ മാത്രം കാണുന്നതാണ് കേട്ടോ. ഫീമെയിൽസിൽ മാത്രം കാണുന്ന ഒരവസ്ഥയാണ്, ഫീമെയിലിൽ മാത്രം കാണുകയാണ്. ഫീമെയിലിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ് വരേണ്ടത്, സെക്സ് ക്രോമസോം എങ്ങനെയാ, X ആണ്, 2 Xകളാണ് അല്ലേ. എന്നാൽ ഈ ടർണർ സിൻഡ്രോം ബാധിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു X മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് 2 Xൻ്റെ സ്ഥലത്ത് ഒരു X മാത്രമേ ഉണ്ടായിരിക്കൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. X കാണില്ല, പകരം ആരായിരിക്കും കാണുക, ഒരു X മാത്രം. അതിന് പകരം നമുക്ക് 0 എന്ന് ഇടാം കേട്ടോ. ഒരു X മാത്രമായിരിക്കും കാണുക എന്ന് പറയുന്നത്. അപ്പോൾ T എന്ന് പറയുന്ന ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത് ഫീമെയിലിൽ മാത്രമാണ് കാണുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല, പുരുഷന്മാർ സ്ത്രീകളിലൊന്നുമില്ല. പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ ബാധിക്കുന്ന ഒരു ക്രോമസോമൽ ഡിസീസാണ് ഏതെന്ന് പറയുന്നത്, ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഡൗൺ സിൻഡ്രത്തിനെ തന്നെയാണ് എങ്ങനെയും വിളിക്കുന്നത്, ട്രൈസോമി 21 എന്ന് വിളിക്കുന്നതും. അപ്പോൾ ട്രൈസോമി 21 തന്നെയാണ് എന്ത്, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം എന്താണ്, ക്രോമസോമിലെ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. സാധാരണ ഒരു മനുഷ്യനിൽ 46 ക്രോമസോമാണ് കാണേണ്ടത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതിൽ മാറ്റം സംഭവിക്കുകയും ഡിസീസിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അതിൽ ആദ്യത്തേത് ക്ലെൻഫെൽറ്റർ സിൻഡ്രോം നമ്മൾ പറഞ്ഞു. ക്ലെൻഫെൽറ്റർ സിൻഡ്രോം പുരുഷന്മാരിലാണ് സംഭവിക്കുന്നത്. ഇത് സെക്സ് ക്രോമസോമിലുള്ള വ്യതിയാനമാണ്. ഒരു X എക്സ്ട്രാ വരികയാണ്, അധികം വരികയാണ്. XY എന്ന സ്ഥാനത്തേക്ക് XY എന്നായി പോകുകയാണ്. ഇനി ടർണർ സിൻഡ്രോം ആണ് എങ്കിൽ അത് ഫീമെയിൽസിൽ മാത്രമാണ് കാണുന്നത്. അവർക്ക് സാധാരണ നോർമൽ കാണേണ്ടത് X ക്രോമസോം ആണ്. എന്നാൽ ടർണർ സിൻഡ്രോം ഉണ്ട് എങ്കിൽ ഒരു X കുറഞ്ഞു പോകുകയാണ്. അതായത് 2 X കാണേണ്ടടുത്ത് ഒരു X മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഡിസ്കസ് ചെയ്തതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ട്രൈസോമി 21 തന്നെയാണ്. ഇതും ക്രോമസോമൽ ഡിസീസ് തന്നെയാണ്, പക്ഷേ സെക്സ് ക്രോമസോമിലുള്ള വ്യത്യാസമല്ല കേട്ടോ. അതായത് ഡൗൺ സിൻഡ്രോം തന്നെയാണ് ട്രൈസോമി 21. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈസോമി 21 ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞൊക്കെ നമുക്ക് ചോദ്യം വരാം.
കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇവയെ ഓരോന്നും വളരെ വ്യക്തമായി പഠിച്ചു വെക്കുക. ക്രോമസോമൽ ഡിസീസുകൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 എണ്ണമേ ഉള്ളൂ. അതെന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോ പോയിന്റുകളും ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അഡ്മിഷൻ ഡീറ്റെയിൽസിനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഒരു കോഴ്സുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഡീറ്റെയിൽസ്, MCQ ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. ഡെയിലി പ്രാക്ടീസ് പേപ്പർ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ വൈസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കണം. എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് കൃത്യമായി, മിക്കപ്പോഴും നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്, ടൈം നമുക്ക് എന്താണ് കിട്ടാണ്ട് പോയി, അല്ലെ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല എന്ന കാരണത്താൽ ക്വസ്റ്റ്യൻസ് മിസ് ഔട്ട് ആയി പോകും. ചില ചോദ്യങ്ങളൊക്കെ എന്താവും, ഒന്ന് വായിക്കാൻ പോലും പറ്റാണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ കറക്റ്റ് ആ ഒരു ടൈം പീരീഡിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ടൈം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റൂ. സോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ക്ലാസ്സസ് ആൻഡ് വീക്ക്ലി എക്സാംസ്. റിവിഷൻ ഇസ് വൺ അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എന്താണ് പഠിക്കുന്നവരാണ് അല്ലേ, പഠിച്ച് ഇപ്പോൾ ഇന്ന് പഠിക്കുന്നു നാളെ പഠിക്കുന്നു, ഇങ്ങനെ ബേസായിട്ട് നമ്മൾ എന്താണ് പഠിച്ച് പോവാണ്. പക്ഷേ ഈ പഠിക്കുന്നത് ഒരു മാസം മുമ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് എത്തുമ്പോൾ നമുക്ക് തലേന്നത്ത് മാത്രം മതിയോ, നമ്മൾ അന്നോ അതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ പഠിച്ച കാര്യങ്ങൾ മാത്രം പോരാ. അപ്പോൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറുതെ ചവറ് പോലെ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. അത് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുക. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീക്ക്ലി എക്സാംസ് അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പ്രോപ്പറായിട്ട് പഠിക്കാനാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ, 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഗ്ലാൻഡ് റെഗുലേറ്റ് മെറ്റബോളിസം? അപ്പോൾ ഇവിടെ മെറ്റബോളിസം ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഗ്ലാൻഡിൻ്റെ ബേസിലാണ് ചോദ്യം കേട്ടോ. നോക്കിക്കേ, ഗ്രന്ഥിയെ സംബന്ധിച്ചാണ് ചോദ്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന ഗ്രന്ഥി അല്ലെ ഗ്ലാൻഡ് ഏതാണ്? പിറ്റ്യൂട്ടറി, തൈറോയിഡ്, എഡ്രിനാൽ, പീനിയൽ ഗ്ലാൻഡ്. മക്കളെ, ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നിങ്ങൾ എന്തായിരിക്കും കറക്റ്റായിട്ട് പിക്ക് ചെയ്യുക? ഏത് ഉത്തരമാണ് നിങ്ങൾ എടുക്കുക? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. നമുക്കിതിൽ ഏതിലെടുക്കാം? ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തൈറോയിഡ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ എന്താണ് ഈ ഒരു നെക്ക് പോർഷനിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പാണ് ഇതിനുള്ളത്. സോ ഇതിനെ ബട്ടർഫ്ലൈ ഗ്ലാൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രധാനപ്പെട്ടൊരു ജോലിയാണ് ഏതെന്ന് പറയുന്നത് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പിറ്റ്യൂട്ടറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. മാസ്റ്റർ ഗ്ലാൻഡ്. വൈ? റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ പിറ്റ്യൂട്ടറിയെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെയാണ് നമ്മൾ മാസ്റ്റർ എന്നൊക്കെ വിളിക്കുക അല്ലേ? യെസ്, എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കുണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനുണ്ട്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓൾസോ നോൺ ആസ് മാസ്റ്റർ ഗ്ലാൻഡ്.
ഓക്കെ, മറ്റ് ഗ്രന്ഥികളെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കാനായിട്ട് കഴിയും, റെഗുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നതുകൊണ്ടാണ് പിറ്റ്യൂട്ടറി എന്ത് വിളിക്കുന്നത്? മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇനി അഡ്രീനലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എമർജൻസി ഗ്ലാൻഡ് കേട്ടോ. എമർജൻസി ഗ്ലാൻഡ് നമ്മൾ ഇതിന് മുമ്പ് ഒരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എമർജൻസി ഗ്ലാൻഡ് എന്താണ്? വളരെ എപ്രാളമുള്ള അല്ലെങ്കിൽ പേടിയുള്ള ഭയമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമുക്ക് നമ്മുടെ ബോഡിയെ ആ ഒരു പ്രശ്നം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഒരു പട്ടി ഓട്ടിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഉത്സവത്തിന് പോയി അവിടെ പെട്ടെന്നൊരു അടി കാണുകയാണ്, നമുക്ക് ഓടി രക്ഷപ്പെടണം. അങ്ങനെയെങ്കിൽ നമുക്ക് സാധാരണയേക്കാൾ കൂടുതൽ എനർജി വരാറുണ്ട് അല്ലേ? പെട്ടെന്ന് ഞങ്ങൾ എങ്ങനെ ഓടി രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സെയിം കണ്ടീഷനാണ്. അതായത് ഒരു എമർജൻസി ടൈമിൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ അഡ്രീനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു എമർജൻസി സിറ്റുവേഷനെ എന്ത് ചെയ്യാനായിട്ട്? ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്തരത്തിൽ നമ്മൾ രക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിനെ എങ്ങനെ വിളിക്കാം? നമുക്ക് എമർജൻസി ഗ്ലാൻഡ് എന്ന് വിളിക്കാം കേട്ടോ. എമർജൻസി ഗ്ലാൻഡ് എന്ന് വിളിക്കാം. ഇനി പീനിയൽ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് കേട്ടോ. സ്മോളസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി, ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ്. സ്മോളസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്നുകൂടെ നോക്കാം. പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക എന്നതാണ്. അഡ്രീനൽ ഗ്ലാൻഡിനെ എമർജൻസി ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. പീനിയൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 4 പോയിന്റുകൾ മനസ്സിൽ അടുക്കി സൂക്ഷിക്കുക. നമുക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? വേറെ ചോദ്യങ്ങളിൽ ഉത്തരവായിട്ട് വേറെ ഏതെങ്കിലും ഓപ്ഷനായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഈ പോയിന്റുകളെല്ലാം ഉപകാരപ്പെടും. സോ നന്നായിട്ട് തന്നെ മനസ്സിൽ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അത് നെക്സ്റ്റ് വൺ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആണ്. നോക്കിക്കേ, ഇവിടെ ഗ്ലാൻഡും ഹോർമോണും ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഗ്രന്ഥികൾ, അതായത് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ മാച്ച് ചെയ്യാനാണ്. നമുക്ക് നോക്കാം. പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ് എന്നിവ ഓപ്ഷനിലുണ്ട്. നമുക്ക് നോക്കാം പീനിയൽ ഗ്ലാൻഡ് എന്തിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താ? നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി, സ്മോളസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ്. ഈ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് ആരെയാണ്? മെലാട്ടോണിനെയാണ് കേട്ടോ. ആരെയാണ്? മെലാട്ടോണിനെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി തൈറോയിഡ് ഗ്ലാൻഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. തൈറോയിഡ് ഗ്ലാൻഡ് എന്താ ചെയ്യുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് ബോഡിയിലെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നു. ഹോർമോണിന്റെ പേര് നമുക്ക് നോക്കാം. തൈറോയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇത്. ഏതാണ്? കാൽസിട്ടോണിൻ എന്ന് പറയുന്നത് കേട്ടോ. കാൽസിട്ടോണിൻ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ന് പറയുന്നത് കാൽസിട്ടോണിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരെയായിരിക്കും? തൈറോക്സിനെ ആയിരിക്കും അല്ലേ? തൈറോക്സിൻ കൂടാതെ ആരും ഉണ്ട്? കാൽസിട്ടോണിൻ കൂടിയുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് പാരാതൊർമോൺ എന്ന് പറയുന്നത്. നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, പാരാതൊർമോൺ. ഇനി പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രന്ഥി എന്ന് തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ചോദ്യം വരാവുന്നതാണ്. സോ വളരെ വ്യക്തമായിട്ട് തന്നെ അതിനെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോക്കിക്കേ, പീനിയൽ ഗ്ലാൻഡ് മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് നോക്കിക്കേ, മെലാട്ടോണിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെലാട്ടോണിൻ. ഇനി തൈറോയ്ഡ് ഗ്രന്ഥി സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എന്ന് പറയുന്നത് കാൽസിട്ടോണിൻ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതൊർമോൺ. ഇനി പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഇങ്ങനെയും ചോദിച്ചൂടെ, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്തൂടെ? ആരാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രന്ഥി? ഏതാണ്? ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പാൻക്രിയാസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. സോ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ് പിക്ക് ചെയ്യാനായിട്ട് പറ്റുക. A1, B2, C3, D4.
കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ മാച്ച് ചെയ്തൊക്കെ നോക്കുക. അത് കഴിയുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും, കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ആക്റ്റീവായിട്ട് വേഗത്തിൽ നിങ്ങളൂടെ ശ്രമിച്ചു നോക്കുക. നമുക്ക് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. എന്താണ്, നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണമെങ്കിലും തെറ്റിക്കാം. അത് പഠിച്ചു കഴിഞ്ഞ് തെറ്റാതിരിക്കുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. സോ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ലോട്ടറി എടുക്കുമ്പോൾ അടിച്ചോ ഇല്ലയോ എന്ന് നോക്കുന്നത് നമുക്ക് ഗസ് ചെയ്യാം. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ. അപ്പം നിങ്ങൾ വേഗത്തിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ എന്ന് പറയുന്നത് ഇതിലേതാണ്? നമുക്ക് നോക്കാം, നമുക്ക് ആർക്കൊക്കെ ശരിയായിട്ട് കിട്ടും എന്ന് നോക്കാമല്ലോ. വേഗത്തിൽ നോക്കിക്കേ. ഓവമാണോ, എഗ് ആണോ, സ്പേം ആണോ, സൈഗോട്ട് ആണോ? മക്കളെ ഏതാണ് ശരിയായ ഉത്തരം? നോക്കിക്കേ. മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സെല്ലാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓവം ആണോ? ഓവം അല്ല. എഗ് ആണോ? എഗ് അല്ല. സ്പേം ആണോ? സ്പേം ആണ്. ഓക്കെ. അപ്പം മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സെൽ അല്ലെങ്കിൽ ഗ്യാമറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സ്പേം ആണ്. സ്പേമുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റ് സെല്ലാണ് കേട്ടോ. സ്മോളസ്റ്റ് സെൽ, ഏറ്റവും ചെറിയ കോശമാണ്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ കോശമാണ് ഏതെന്ന് പറയുന്നത്? സ്പേം എന്ന് പറയുന്നത് ഏതാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ ഓവം എന്ന് പറയുന്നതും എഗ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. എന്താണിത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലാണ് കേട്ടോ. ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ എന്ന് പറയുന്നത് ആരാണ്? എഗ് എന്നോ നമുക്ക് ഓവം എന്നോ വിളിക്കാവുന്നതാണ്. ഇനി ഈ ഓവം അല്ലെങ്കിൽ ഈ എഗ്ഗും, ഫീമെയിലിൻ്റെ എഗ്ഗും മെയിലിൻ്റെ സ്പേമും ഫ്യൂസ് ചെയ്തുണ്ടാകുന്നതാണ് ആരെന്ന് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഫ്യൂഷൻ, ആഫ്റ്റർ ഫ്യൂഷൻ്റെ ഫലമായിട്ട് ഫോം ചെയ്തതാണ് ആരെന്ന് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. യെസ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലാണ്. ചോദ്യം വലിയ രീതിയിലൊക്കെ ഉണ്ട് എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഒരു ബുക്കിൻ്റെ പേരാണ് കേട്ടോ. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് വാസ് റിട്ടൺ ബൈ ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ എഴുതിയൊരു ബുക്കാണ് ഏതെന്ന് പറയുന്നു? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. മക്കളെ ശരിയാണോ? ശരിയാണോ? കറക്റ്റ് ആണോ? നോക്കിക്കേ. ആണോ? നമുക്ക് നോക്കട്ടെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇറ്റ് എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഈ ഒരു പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാച്ചുറൽ സെലക്ഷനെ കുറിച്ചാണ് എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ മക്കളെ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? വേഗത്തിൽ കമൻറ്റ് ചെയ്തേ, നോക്കട്ടെ ശരിയാണോ എന്നൊന്ന് പറഞ്ഞേ. സ്റ്റേറ്റ്മെൻറ്റ് 1, 2 എന്നിവ ശരിയാണ് എങ്കിൽ ബോത്ത് ട്രൂ നമുക്ക് സെലക്ട് ചെയ്യാം. രണ്ടും തെറ്റാണ് എങ്കിൽ ബോത്ത് ഫോൾസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയെന്നും 2 ഫോൾസ് എന്നും പറയുന്നു. ആൻഡ് ദെൻ ഡി ഓപ്ഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് എന്നും സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണെന്നും പറയുന്നു. ഏതാണ് ശരിയായ ഉത്തരം എന്ന് അറിയാവോ? ഏതെങ്കിലും സെലക്ട് ചെയ്തേ. ഏതായിരിക്കും? ഈ 2 പോയിന്റുകൾ കേട്ടിട്ട് രണ്ടും ശരിയാണ് എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, രണ്ടും ശരിയാണ്. അതായത് ചാൾസ് ഡാർവിൻ്റെ പുസ്തകം തന്നെയാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ഈ പുസ്തകത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ പറയുന്നത് നാച്ചുറൽ സെലക്ഷനെ കുറിച്ച് തന്നെയാണ്. ഏതാണ്? സോ യെസ്, വെരി ഗുഡ്. ഏതാണ് ശരിയാണ്? രണ്ടും ശരിയാണ്. ബോത്ത് ട്രൂ, രണ്ടും ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ 2 പോയിന്റുകൾ മനസ്സിൽ കരുതുക. നമുക്ക് അടുത്തതിലോട്ട് പോവാം. യെസ്, ഗുഡ്. അടുത്ത നോക്കിക്കേ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓംനിസ് സെല്ലുല ഈ സെല്ലുല. എന്താണ് ഈ ഓംനിസ് സെല്ലുല ഈ സെല്ലുല? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓംനിസ് സെല്ലുല ഈ സെല്ലുല എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. ഓൾ ഓർഗാനിസംസ് ആർ സെൽസ് എന്ന് പറയുന്നു. ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറയുന്നു. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നു. സെൽ ആർ മെയ്ഡ് ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നു. മക്കളെ ഇവിടെ എല്ലാ ഓപ്ഷനും പോയിന്റുകൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം. ഇവിടെ ചോദ്യം എന്താണ്? ഈ വേർഡ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ ഒരു ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഓൾ സെൽസ് എറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എല്ലാ കോശങ്ങളും എന്ത് ചെയ്യുന്നത്? എല്ലാ കോശങ്ങളും എറൈസ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എന്തിൽ നിന്നാണ് എന്ന്? പ്രീ എക്സിസ്റ്റിംഗ്, നിലനിൽക്കുന്ന കോശത്തിൽ നിന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് കേട്ടോ. നിലനിൽക്കുന്ന കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ഇതാരാ പറഞ്ഞത്? സെൽ തിയറിയിലെ ഒരു പോയിന്റ് ആണിത്. ആരാ ഇത് പറഞ്ഞത്? റുഡോൾഫ് വിർഷോയാണ് പറഞ്ഞത് കേട്ടോ. ആരാണ്? റുഡോൾഫ് വിർഷോയാണ് പറഞ്ഞത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് ആണ് എന്താണ്? ഓംനി സെല്ലുല ഈ സെല്ലുല, അതായത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് ന്യൂ സെൽസ് എറൈസ് ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അതായത് നിലനിൽക്കുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ പോയിന്റ് എന്ത് ചെയ്യപ്പെട്ടു? സെൽ തിയറിയിൽ, കോശ സിദ്ധാന്തത്തിൽ എന്ത് ചെയ്തു? ആഡ് ചെയ്യപ്പെട്ടു. കോശ സിദ്ധാന്തം ഓൾറെഡി എന്ത് ചെയ്തു? രണ്ടുപേര് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പോയിന്റ് എന്താ? നിലനിൽക്കുന്ന കോശത്തിൽ നിന്നാണ് പുതിയ കോശം ഉണ്ടാകുന്നത് എന്ന റുഡോൾഫ് വിർഷോയുടെ പോയിന്റ് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു എന്ന് മനസ്സിലാക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പോയിന്റ് മനസ്സിൽ വേണം. ദാണ്ടെ ഈ ഒരു പോയിന്റും മനസ്സിൽ വേണം. നിങ്ങൾ ഇനി ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നോളും. ഓംനി സെല്ലുല ഈ സെല്ലുല. അടുത്ത നോക്കിക്കേ. വിച്ച് വെസൽസ് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ഹാർട്ട്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏത് വെസലാണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള, വാട്ട് യു മീൻ ബൈ ഓക്സിജനേറ്റഡ്? ശുദ്ധമായ, നല്ല അല്ലെങ്കിൽ ഓക്സിജൻ നിറഞ്ഞ രക്തത്തെ എവിടെ നിന്ന്? ഫ്രം ലങ്സ് ടു ഹാർട്ട്, അതായത് ശ്വാസകോശം ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ചോദ്യം. ആരാണ്? നോക്കിക്കേ, ഇത് നമ്മുടെ ഹാർട്ടാണെന്ന് വിചാരിക്കുക. ഹാർട്ട് ഇത് ലങ്സ് ആണെന്ന് വിചാരിക്കുക. ലങ്സിൽ വെച്ച് എന്ത് ചെയ്തു? ഓക്സിജൻ നിറച്ചു. ഓക്സിജൻ നിറച്ച് പ്യൂരിഫൈഡ് ആയിട്ടുള്ള രക്തത്തിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏത് കുഴലാണ് എന്നാണ് ചോദ്യം. ഏത് വെസലാണ് എന്നാ ചോദ്യം കേട്ടോ. യെസ്, സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. വെരി ഗുഡ്. സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷാനുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി രണ്ടുപേര് പ്രപ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു പോയിന്റ് ആഡ് ചെയ്തു എന്ന് കേട്ടോ. യെസ്. ആൻഡ് ദെൻ മക്കളെ, ഇതിൽ ഏതാണ് നിങ്ങൾ ഓപ്ഷൻ പിക്ക് ചെയ്യുക? പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, അയോട്ട, വീന കാവേ എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ ഒരു സർക്കുലേഷൻ പാറ്റേൺ ആയിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് പഠിച്ചാൽ നമുക്ക് വേഗത്തിൽ പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും ലങ്സിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ലങ്സിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് ആര്? അങ്ങനെ പഠിച്ചു വെക്കുക. ആരാണ്? യെസ്, അത് പൾമണറി വെയിനാണ് കേട്ടോ. പൾമണറി വെയിന. എന്തുകൊണ്ടാണ്? ആർട്ടറി ആണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓക്സിജനേറ്റഡ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഒരേ ഒരു വെയിൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ നിറഞ്ഞ രക്തത്തിനെ നമ്മളെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരേ ഒരു വെയിൻ മാത്രം എന്ത് ചെയ്യുന്നു? ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ക്യാരി ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ വെയിൻ ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ ഇല്ലാത്ത, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? ക്യാരി ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരേ ഒരു വെയിൻ മാത്രം ശുദ്ധമായ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തത്തിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ആരാണത്? പൾമണറി വെയിനാണ്. ഈ പൾമണറി വെയിനാണ് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സിൽ നിന്ന് ഓക്സിജൻ നിറഞ്ഞ രക്തത്തിനെ എവിടെ കൊണ്ടുവരുന്നത്? ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കാം. കിട്ടിയോ? നന്നായിട്ട് തന്നെ ആ ഒരു പോയിന്റ് മനസ്സിൽ കാണണം. ഇനി പൾമണറി ആർട്ടറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവും. അതായത് നമ്മൾ ചാപ്റ്റർ വൈസ് പഠിക്കാതെ ഈ ഒരു പോയിന്റിലേക്ക് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് മറ്റു രണ്ട് പേരെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അയോട്ട എന്താണ്? ഇത് സിംഗിൾ ടേമിൽ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്ന പോലെ ഒരു പോയിന്റ് ആണ്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അല്ലെങ്കിൽ ആർട്ടറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അയോട്ടയാണ് കേട്ടോ. ഏതാണ്? ലാർജസ്റ്റ് ആർട്ടറി. മലയാളത്തിൽ ധമനി എന്ന് പറയും കേട്ടോ. എന്താണ്? ധമനി. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് ഏതെന്ന് പറയുന്നത്? അയോട്ട. മലയാളത്തിൽ മഹാധമനി എന്ന് പറയുന്നത് കേട്ടോ. മഹാധമനി അല്ലെങ്കിൽ അയോട്ട. മഹാധമനി എന്നായിരിക്കത്തില്ല ടേം ചെയ്തിരിക്കുന്നത്. ചോദ്യം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താ അയോട്ട എന്ന് തന്നെയായിരിക്കും ഓപ്ഷനിലുള്ളത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ലാർജസ്റ്റ് ആർട്ടറി ഏതാണ്? അയോട്ടയാണ് എന്ന് മനസ്സിലാക്കുക.
ഇനി വാട്ട് ഈസ് വീനക്കാവ? എന്താണ് വീനക്കാവ എന്ന് പറയുന്നത്? വീനക്കാവ എന്ന് പറയുന്നത് ലാർജസ്റ്റ് വെയിൻ ആണ് കേട്ടോ. ലാർജസ്റ്റ് വെയിൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഏറ്റവും വലിയ സിരയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വീനക്കാവ എന്ന് പറയുന്നത്. അതുകൂടി നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ഓക്കെ, മഹാധമനിയാണ് അയോട്ട എന്നുള്ളത് ഒരു ക്ലിയറൻസ്, അത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ഓപ്ഷനിൽ ചിലപ്പോൾ എന്താണ് അയോട്ട എന്ന് തന്നെയായിരിക്കും, മലയാളത്തിൽ അയോട്ട എന്നായിരിക്കും എഴുതിയിരിക്കുക. അപ്പം അറിയണം കേട്ടോ. സോ അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ വെച്ചിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴലാരാണ്? വെസൽ ഏതാണ്? അത് പൾമണറി വെയിൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി ഏതാണ്? അത് അയോട്ടയാണ്. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അല്ലെങ്കിൽ വെയിൻ എന്ന് പറയുന്നത് ഏതാണ്? അത് വീനക്കാവയാണ്. കിട്ടിയോ? ഓക്കെ ആണോ? ആ 3 പോയിന്റ് അങ്ങനെ തന്നെ പഠിക്കുക. നമ്മൾ ചാപ്റ്റർ വൈസ് അല്ലാണ്ട് പഠിക്കും. വളരെ കൃത്യമായിട്ട് ഓരോ പോയിന്റുകൾ നമുക്ക് ആ സർക്കുലേഷനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ആ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ സിംഗിൾ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്ത് ഇപ്പം കേൾക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു 3 പോയിന്റുകൾ അങ്ങനെ മനസ്സിൽ കരുതാൻ പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോവാം നമുക്ക്. യെസ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ, 11ാമത്തെ ചോദ്യം എങ്ങനെയാണ്? The main protein involved in blood clotting. രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ പ്രോട്ടീൻ വേണോ? വേണം. രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? വേഗം ഒന്ന് കണ്ടുപിടിച്ചത് നിങ്ങൾ. ഏതാ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് കണക്കാക്കുക? കാൽസ്യം, ഫൈബ്രിനോജൻ, വൈറ്റമിൻ കെ, പ്ലേറ്റ്ലെറ്റ് എന്നിവ ഓപ്ഷനിലുണ്ട്. മക്കളെ ഇതിൽ ഏതാ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് എല്ലാവർക്കും എന്താണ് ഓപ്ഷൻ ഈ ഒരു കെ ഒക്കെ കാണുമ്പം കെ രക്തം കട്ടുപിടിക്കാൻ. അപ്പം ചിലർക്ക് തോന്നും പ്ലേറ്റ്ലെറ്റ്, രക്തം കട്ടുപിടിക്കാൻ പ്ലേറ്റ്ലെറ്റും സഹായിക്കും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് എന്നാണോ? എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് ഇവിടെ? പ്രോട്ടീനാ ചോദ്യം പ്രോട്ടീനാ. നമ്മൾ ഉത്തരത്തിൽ ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ മൈൻഡിലോട്ട് വന്നോളൂ അല്ലേ. നമുക്ക് പെട്ടെന്നൊരു ചോദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് നമുക്ക് ആരെ മാത്രമേ മനസ്സിൽ വന്നോളൂ? ബ്ലഡ് ക്ലോട്ടിങ്ങിനെ മാത്രമേ നമ്മൾ കരുതിയോളൂ. നമ്മൾ എപ്പോഴും ചോദ്യം വായിക്കുമ്പോൾ എന്ത് ചെയ്യുക? എല്ലാ കീവേഡ്സും അണ്ടർലൈൻ ചെയ്യുക അല്ലേ. ഞാനും ഒക്കെ എന്താണ് പലപ്പോഴും ചെന്ന് ചോദ്യത്തിൽ പല ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് ആൻസറൊക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും? കറുപ്പിച്ചൊക്കെ വെക്കാറുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? ചോദ്യം വളരെ ഭംഗിയായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ പ്രോട്ടീനാണ്. ഏതാണ്? യെസ്, വെരി ഗുഡ്, സൂപ്പർ. ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഫൈബ്രിനോജൻ ആണ് കേട്ടോ. മിടുക്കൻ, ഫൈബ്രിനോജൻ തന്നെയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. പക്ഷേ ഈ കാൽസ്യവും വൈറ്റമിൻ കെയും പ്ലേറ്റ്ലെറ്റും എല്ലാം എന്തിനെ സഹായിക്കുന്നുണ്ട്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന മിനറലാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത്. ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ദ മെയിൻ മിനറൽ ഇൻവോൾവ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ഏത് മിനറലാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നത് എന്നായിരുന്നു ചോദ്യമെങ്കിൽ നിങ്ങൾ ആരെ എഴുതണമായിരുന്നു? കാൽസ്യം എഴുതണമായിരുന്നു. ഇനി നേരെ മറിച്ച് വിച്ച് വൈറ്റമിൻ ഇൻവോൾവ് ബ്ലഡ് ക്ലോട്ടിങ് എന്നാണ് ചോദ്യം. ഏത് വിറ്റാമിനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് എന്നായിരുന്നു ചോദ്യമെങ്കിലോ അപ്പോൾ നമ്മൾ ആരെ എഴുതണമായിരുന്നു? വൈറ്റമിൻ കെ എഴുതണമായിരുന്നു. അപ്പം ചോദ്യത്തിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സഹായിക്കുന്ന വിറ്റാമിനാ ചോദിച്ചെങ്കിൽ വൈറ്റമിൻ കെ എഴുതണം. മിനറലാണ് ചോദിച്ചതെങ്കിൽ കാൽസ്യം എഴുതണം. പ്രോട്ടീനാണ് ചോദിച്ചതെങ്കിൽ ഫൈബ്രിനോജൻ എഴുതണം. ഇനി ബ്ലഡ് സെല്ല്, രക്തത്തിലെ കോശം ബ്ലഡ് സെൽ ആണ് എന്ന് ചോദിച്ചിരുന്നത് എങ്കിൽ അവിടെ പ്ലേറ്റ്ലെറ്റ് എഴുതണം. ചോദ്യം മാറുന്നു, എന്താണ്? ഉത്തരങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ് തന്നെയാണ്. പക്ഷേ പ്രോട്ടീൻ എന്ന് ചോദിക്കുമ്പോൾ പ്രോട്ടീനെയും, വൈറ്റമിനാ ചോദിക്കുന്നതെങ്കിൽ വൈറ്റമിനെയും, മിനറലാണ് ചോദിക്കുന്നതെങ്കിൽ മിനറലിനെയും, ബ്ലഡിലെ സെല്ലാണ് ബ്ലഡ് സെല്ലാണ് ചോദിക്കുന്നത് എങ്കിൽ ബ്ലഡ് സെല്ലിനെയും ഉത്തരമായിട്ട് എഴുതണം. ഇപ്പം കിട്ടിയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? കിട്ടിയോ? ക്ലിയർ ആയോ? ഇവരെല്ലാവരും ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനെ, രക്തം കട്ട പിടിക്കുന്നതിനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ചോദ്യത്തിൽ വിറ്റാമിൻ ആണ് എങ്കിൽ വിറ്റാമിനെ ഉത്തരം എഴുതുക, പ്രോട്ടീനാ ചോദിച്ചെങ്കിൽ പ്രോട്ടീനെ ഉത്തരമായിട്ട് എഴുതുക, അതുപോലെ തന്നെ മിനറലാ ചോദിച്ചെങ്കിൽ മിനറലിനെ ഉത്തരമായിട്ട് എഴുതുക. കിട്ടിയോ? ഓക്കെ ആണോ? അടുത്തതിലോട്ട് പോകാം നമുക്ക്. ക്ലിയർ ആയോ? ആ ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അടുത്തതിലോട്ട് പോകാം നമുക്ക്. യെസ്,
അടുത്ത നോക്കിക്കേ, വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷർ ടൈഡൽ വോളിയം? ടൈഡൽ വോളിയം മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റിനെയാണ് ചോദ്യം കേട്ടോ. അപ്പോൾ എന്താണ്? സ്ഫിഗ്മോമാനോമീറ്റർ, സ്പൈറോമീറ്റർ, ECG മെഷീൻ, പൾസ് ഓക്സിമീറ്റർ എന്നിവ ഓപ്ഷനിലുണ്ട്. നിങ്ങൾ ഏതാ പിക്ക് ചെയ്യുക? വാട്ട് യു മീൻ ബൈ ടൈഡൽ വോളിയം? എന്താ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് മക്കളെ? ടൈഡൽ വോളിയം എന്താ? ടൈഡൽ വോളിയം എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ നോർമലി ഇപ്പം നിങ്ങളും ഞാനും ഒക്കെ സാധാരണ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് നോർമലായിട്ട് ബ്രീത്ത് ചെയ്തില്ലേ, ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത്, ഈ ഒരു അളവാണ്, ഈ ഒരു എയറിൻ്റെ ആ ഒരു നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ബ്രീത്തിങ്ങിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈഡൽ വോളിയം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപകരണമായിരിക്കും ഉപയോഗിക്കുക? ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. യെസ്, വെരി ഗുഡ്. ഏതാണ്? ബി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഏതാണ്? സ്പൈറോമീറ്റർ ആണ് ടൈഡൽ വോളിയം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വെരി ഗുഡ്. ഏതാണ്? ടൈഡൽ വോളിയം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആരെയാണ്? സ്പൈറോമീറ്റർ ആണ്. ഇനി സ്ഫിഗ്മോമാനോമീറ്റർ, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ അനദർ ഇൻസ്ട്രുമെൻറ്റ്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത്. ഇതെന്താണ്? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള എന്ത് സംഭവം ഇത്? എന്താ ഇത്? ബ്ലഡ് പ്രഷർ, BP, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത്. ECG എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ട് ബീറ്റ് വേരി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ റിതം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ECG എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നെഞ്ചുവേദനയാന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രി പോകുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ECG എടുക്കുക എന്ന് പറയും അല്ലേ. നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ECG എടുക്കുന്നത്. മോനെ, ഇനി പൾസ് ഓക്സിമീറ്റർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ സാച്ചുറേഷൻ ആണ് കേട്ടോ. അത് ഡീറ്റെയിൽ വീഡിയോസ് അവർ ഇടും. ഓക്കെ, നോക്കിക്കേ, സാച്ചുറേറ്റഡ്, ഓക്സിജൻ്റെ സാച്ചുറേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്സിജൻ ലെവൽ, ഓക്സിജൻ സാച്ചുറേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്സിജൻ സാച്ചുറേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് സഹായിക്കുക? പൾസ് ഓക്സിമീറ്റർ സഹായിക്കുക. നമ്മൾ ഈ കൊറോണ ടൈമിലൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓക്സിജൻ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെന്ന് പറയത്തില്ലേ? പൾസ് ഓക്സിമീറ്റർ ആണ് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ, നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ്റെ അളവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്? സ്പൈറോമീറ്റർ എന്ന് പറയുന്നത് ടൈഡൽ വോളിയം മെഷർ ചെയ്യാനാണ് എങ്കിൽ സ്ഫിഗ്മോമാനോമീറ്റർ നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ്റെ നിരക്ക് അറിയുന്നതിന് വേണ്ടി, ഓക്സിജൻ്റെ സാച്ചുറേഷൻ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ താളമാണ് നമുക്കറിയേണ്ടത്. ആ ഒരു ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ECG എന്ന് പറയുന്നത് കേട്ടോ. ECG എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉപകരണങ്ങളുടെ ബേസിലുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത നോക്കിക്കേ, 13ാമത്തെ ചോദ്യമാണ്. ഹൂ പ്രപ്പോസ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തത്? പ്രപ്പോസ് ചെയ്തത് എന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഓർഗാനിസത്തിനെയും നമ്മൾ ഉൾപ്പെടെ എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, തരം തിരിച്ച് വെച്ചിട്ടുണ്ട്, ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിനെ 5 രീതിയിൽ 5 കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തതിനെയാണ് നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ പ്രപ്പോസ് ചെയ്തത് എന്നാണ് ചോദ്യം. മക്കളെ, ആരാണ്? കാൾ ലിനേയസ്, റോബർട്ട് വിറ്റേക്കർ, ചാൾസ് ഡാർവിൻ, ഏണസ്റ്റ് ഹേക്കൽ എന്നിവരാണ് ഓപ്ഷനിലുള്ളത്. നിങ്ങൾ ഏതാ പിക്ക് ചെയ്യുക? ഏത് ഓപ്ഷനാണ് നിങ്ങൾ എടുക്കുക? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, ഏതാണ് നിങ്ങൾ എടുക്കുക? നിങ്ങൾ ഈ ഒരു ചോദ്യം വന്നു, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ടല്ലോ. നമുക്ക് എന്തുമാത്രം മതി? ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം അറിയാം. സോ നിങ്ങൾ വെറുതെ നമ്മൾ പിക്ക് ചെയ്യുക. നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ഏതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ബി ആട്ടോ. അപ്പം നമ്മൾ മനസ്സിലേക്ക് ഓർത്തേ. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? റോബർട്ട് വിറ്റേക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഇയർ എന്നാണ്? 1969 കേട്ടോ. 1969 അദ്ദേഹം ഇങ്ങനെ പ്രപ്പോസ് ചെയ്തത്. ഇനി ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ കാൾ ലിനേയസ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, ഫാദർ ഓഫ് ടാക്സോണമി, ടാക്സോണമിയുടെ പിതാവ്
ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ കോൾ ലിനേസ് ആണ്. ഈ പുള്ളി തന്നെയാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തത് ഇദ്ദേഹമാണ് കേട്ടോ. അരിസ്റ്റോട്ടിൽ അനിമൽ കിങ്ഡം എന്നും അതുപോലെ തന്നെ പ്ലാന്റ് കിങ്ഡം എന്നും എന്ത് ചെയ്തു, ഒരു ഐഡിയ തന്നു എങ്കിലും ഒഫീഷ്യലി 2 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്ത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കോൾ ലിനേസ് ആണ്. ഏണസ്റ്റ് ഹേക്കൽ ആണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത് കേട്ടോ. 3 കിങ്ഡം ആരാണ്? ഏണസ്റ്റ് ഹേക്കൽ ആണ്. പുള്ളി തന്നെയാണ് ഇക്കോളജി എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നമ്മളിവിടെ കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി ചാൾസ് ഡാർവിൻ എന്താണ്? ഇവല്യൂഷൻ്റെ ഫാദർ കേട്ടോ, ഫാദർ ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ചാൾസ് ഡാർവിനെയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. നോക്കിക്കേ, കോൾ ലിനേസിനെ ടാക്സോണമിയുടെ ഫാദർ, പിതാവ് എന്ന് വിളിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഒഫീഷ്യലി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കേട്ടോ. അനിമൽ, പ്ലാന്റ് എന്ന രീതിയിൽ 2 ആയിട്ട് എന്ത് ചെയ്തു, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്, ഒഫീഷ്യലി ക്ലാസിഫൈ ചെയ്തത് ആരാണ്? കോൾ ലിനേസ് തന്നെയാണ്. ആൻഡ് ദെൻ റോബർട്ട് വിറ്റേക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. 1969 ചാൾസ് ഡാർവിൻ ഫാദർ ഓഫ് എവല്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ ഏണസ്റ്റ് ഹേക്കൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ പോയിന്റുകളും മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് കറക്റ്റായിട്ട് ശരിയായ ഉത്തരം സെലക്ട് ചെയ്യാൻ അത് സഹായിക്കും കേട്ടോ. അടുത്തതിലോട്ട് പോകാം നമുക്ക്. യെസ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ശരിയാണോ തെറ്റാണോ എന്ന് അന്നേരം നോക്കാമല്ലോ കേട്ടോ. സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റി, പാരമ്പര്യവും അതുപോലെ തന്നെ വ്യതിയാനങ്ങൾ, വേരിയേഷനെയും കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു? അപ്പോൾ ഇതെല്ലാം പഠനങ്ങളാണ്. എംബ്രിയോളജി, ജനറ്റിക്സ്, സൈറ്റോളജി, ഹിസ്റ്റോളജി. മക്കളെ ഏതാ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഏതാ? ശരിയായ ഉത്തരം എംബ്രിയോളജി ആണോ, ജനറ്റിക്സ് ആണോ, സൈറ്റോളജി ആണോ, ഹിസ്റ്റോളജി ആണോ? ഏതാ? അത് ജനറ്റിക്സ് ആണ് കേട്ടോ. നമ്മുടെ ജനറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും വേരിയേഷൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ജനറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ജനറ്റിക്സ് എന്ന് പറയുന്നു. എംബ്രിയോളജി എന്തിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും? എംബ്രിയോയെക്കുറിച്ച് പഠിക്കുന്നത്. സ്റ്റഡി ഓഫ് എംബ്രിയോ, എംബ്രിയോകളെ കുറിച്ച് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. സൈറ്റോളജി ആണെങ്കിലോ എന്തിനെക്കുറിച്ച് പഠിക്കുന്ന സൈറ്റോളജി? വെരി സിമ്പിൾ, വളരെ ഇമ്പോർട്ടൻറ്റുമാണ് കേട്ടോ. കോശം അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്താണ്? സൈറ്റോളജി. സെല്ലോളജി അല്ല കേട്ടോ, സൈറ്റോളജി എന്ന് നമ്മൾ പറയാ. ഇനി ഹിസ്റ്റോളജി എന്താ? ഹിസ്റ്ററി വല്ലതും ആണോ? അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന വല്ലതും ആണോ? അല്ല കേട്ടോ. എന്താണ്? ടിഷ്യുവിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലിനെ കുറിച്ച് പഠിക്കുന്നത് സൈറ്റോളജി എന്നും ടിഷ്യുവിനെ കുറിച്ച് പഠിക്കുന്നതിനെ ഹിസ്റ്റോളജി എന്നും എംബ്രിയോയെക്കുറിച്ച് അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നതിനെ എംബ്രിയോളജി എന്നും അതുപോലെ തന്നെ നമ്മുടെ ഹെറിഡിറ്റിയും വേരിയേഷനെയും കുറിച്ച് പഠിക്കുന്നതിനെ ജനറ്റിക്സ് എന്നുമാണ് പറയുന്നത്. കിട്ടിയോ? ഇനി മറ്റൊരു രീതിയിൽ ഹിസ്റ്റോളജിയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എഴുതണം, അല്ലെങ്കിൽ സൈറ്റോളജിയാണ് ചോദിക്കുന്നതെങ്കിലും എഴുതണം, അതുപോലെ തന്നെ എംബ്രിയോളജിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ശരിയായ ഉത്തരം എഴുതണം കേട്ടോ. പോയിന്റ് നന്നായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. യെസ്, ഗുഡ്. അടുത്ത നോക്കാം നമുക്ക്. റെയറിങ് ഓഫ് ഹണി ബീ ഈസ് കോൾഡ്. അതായത് ഹണി ബീസിനെ നമ്മൾ റെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതിനെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. പിസിക്കൾച്ചർ, എപ്പിക്കൾച്ചർ, സെറിക്കൾച്ചർ, പൗൾട്രി എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. ഏതാ നിങ്ങൾ പിക്ക് ചെയ്യുക? നമ്മൾ ഹണി ബീസിനെ എന്തിനു വേണ്ടിയിട്ടാണ്? ഹണിക്ക് വേണ്ടിയിട്ടല്ലേ? നമ്മൾ തേൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തേനീച്ചകളെ, ഹണി ബീസിനെ നമ്മൾ റെയർ ചെയ്യുന്നതിനെ എന്താ പറയുക? പിസിക്കൾച്ചർ, എപ്പിക്കൾച്ചർ, സെറിക്കൾച്ചർ ആൻഡ് പൗൾട്രി എന്നിവ ഓപ്ഷനിലുണ്ട്. ഏതാ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ദറ്റ് ഈസ് എപ്പിക്കൾച്ചർ. വെരി ഇമ്പോർട്ടൻറ്റ്, എപ്പിക്കൾച്ചർ എന്നാ പറയാം. അപ്പോൾ എന്താണ് പിസിക്കൾച്ചർ? എന്തിനെയാണ്? ഇതെല്ലാം റെയറിങ് തന്നെയാണ് കേട്ടോ. എന്താണ്? ഇതെല്ലാം റെയറിങ് തന്നെയാണ്, വളർത്തുന്നത് തന്നെയാണ്. എന്ത് വളർത്തുന്നതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിസിക്കൾച്ചർ എന്ന് പറയുന്നത് ഫിഷിനെ വളർത്തുകയാണ്. എന്തിനെ വളർത്തുകയാണ്? ഫിഷിനെ വളർത്തുകയാണ്. ഇനി സെറിക്കൾച്ചർ ആണ് എങ്കിലോ സിൽക്ക് വേമിനെ വളർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സിൽക്ക് വേമിനെ വളർത്തുന്നത്? പട്ടുനൂൽ പുഴുവിനെ എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടിന് വേണ്ടിയിട്ടല്ലേ? സിൽക്ക് വേമിനെ വളർത്തുകയാണ്. സിൽക്ക് വേം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സിൽക്ക്, സിൽക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി പൗൾട്രി ആണ് എങ്കിലോ പൗൾട്രി ബേർഡ്സ്, ആനിമൽസിനെ വളർത്തുകയാണ്. അതായത് നമ്മൾ ഈ ടർക്കി, ഡക്ക്, ഹെന്ന് ഇതിനെയൊക്കെ റെയർ ചെയ്യുന്ന വളർത്തുന്നതിനെ നമ്മൾ പറയത്തില്ലേ, പൗൾട്രി ഫാമിലി പോയി ഒരു കോഴി മേടിച്ചിട്ട് വരാമെന്ന് പറയത്തില്ലേ? യെസ്. അപ്പോൾ ഈ പൗൾട്രി ആനിമൽസിനെ വളർത്തുന്ന ആ ഒരു കൾച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? പൗൾട്രി എന്ന് പറയുന്നത്. പൗൾട്രി ബേർഡ്സിനെയാണ് കേട്ടോ. പൗൾട്രി ബേർഡ്സിനെ വളർത്തുകയാണ്.
എന്താ പറയുക, നമ്മുടെ പൗൾട്രി എന്ന് പറയുന്നത്. പിസിക്കൾച്ചർ ഫിഷ് റെയറിംഗ് ആണ്, എപ്പിക്കൾച്ചർ ഹണി ബീസ് റെയറിംഗ് ആണ്, സെറികൾച്ചർ സിൽക്ക് വർം റെയറിംഗ് ആണ്, ആൻഡ് ദെൻ പൗൾട്രി ബേർഡ്സിന് റെയർ ചെയ്യുന്നതിന് വളർത്തുന്നതിനെയാണ് എന്താ പറയുക, പൗൾട്രി എന്ന് പറയുക. അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡെക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ടർക്കിയും എല്ലാം ആ ഒരു വിഭാഗം എല്ലാം എന്തിൽ വരും, പൗൾട്രിയിൽ വരും കേട്ടോ. യെസ്. അടുത്ത ചോദ്യം നോക്കാം. ഗ്രീൻ ഹൗസ് എഫക്റ്റ് നോക്കാം. കൂളിംഗ് ഓഫ് എർത്ത് കൂൾ ആവുന്നതാണെന്ന് പറയുന്നു. വാമിംഗ് ഓഫ് എർത്ത് സർഫസ്, എർത്തിന്റെ സർഫസ് വാം ചെയ്യുന്നതാണെന്ന് പറയുന്നു. ഫോർമേഷൻ ഓഫ് ക്ലൗഡ് കാർമേഘങ്ങൾ ഫോം ചെയ്യുന്നതാണെന്ന് പറയുന്നു. ആൻഡ് റെയിൻഫോൾ പ്രോസസ് ആണെന്ന് പറയുന്നു. ഏതാ പിക്ക് ചെയ്യുക? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ എന്താണ് മീഥെയിനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ സോളാർ അല്ലെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശത്തെ ഇവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് നിർത്തും. ഇതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷം എന്ത് ചെയ്യും, ചൂട് പിടിക്കും, കൂടുതൽ ചൂടാവും. അന്തരീക്ഷം എന്ത് ചെയ്യും, ചൂട് പിടിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എർത്തിൻ്റെ സർഫസ് ചൂട് കൂടുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ്, നമ്മുടെ എർത്ത് സർഫസ് എന്ത് ചെയ്യാണ്, നമുക്ക് നന്നായിട്ട് വാമായി പോവാണ്, ചൂടായി പോകുന്നതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് വരും, നമുക്ക് ഈ ഗ്ലോബൽ വാർമിംഗ് വരും. ഭയങ്കരമായിട്ട് ഒരു ചൂട് കൂടുക അല്ലേ, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് കൂടുക, അന്തരീക്ഷത്തിൽ ചൂട് കൂടുകയും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുകയും ചെയ്യും. അത് കോമൺ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എല്ലാ പോയിന്റുകളും ഇത്തരത്തിലൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകരുത്. അതുകൊണ്ട് നമ്മുടെ പഠനത്തിൽ ഇങ്ങനെയുള്ള പോയിന്റുകളും കൂടിയൊക്കെ ഉൾപ്പെടുത്തണം. നമുക്ക് വളരെ സിമ്പിളാണ് ചില ചോദ്യങ്ങൾ കാണുമ്പോൾ തോന്നും, എല്ലാ ഓപ്ഷനും ശരിയാണെന്നും ഒക്കെ പലപ്പോഴും തോന്നും. അപ്പം എന്ത് ചെയ്യുക, ചെറിയ പോയിന്റുകളാണ് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളാണ് എങ്കിലും നമ്മൾ അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധയോടുകൂടി തന്നെ വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അടുത്ത നോക്കാം. 17ാമത്തെ ചോദ്യമാണ്. ബ്ലഡ് എൻറ്റേഴ്സ് ദ കിഡ്നി ത്രൂ. ബ്ലഡ് എൻറ്റർ ചെയ്യാണ് കിഡ്നിയിലേക്ക്. നോക്കാം ഏത് വഴിയാണ് എന്നാണ് ചോദ്യം. റീനൽ വെയിൻ, റീനൽ ആർട്ടറി, അയോട്ട, വീനക്കാവ എന്നിവ ഓപ്ഷനിലുണ്ട്. ഏതാണ് പിക്ക് ചെയ്യുക? കിഡ്നിയിലേക്ക് ബ്ലഡ് എൻറ്റർ ചെയ്യുന്നത് ഏത് കുഴൽ വഴിയാണ് എന്നാണ് ചോദ്യം. ഏത് കുഴൽ വഴിയാണ്? റീനൽ ആർട്ടറിയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. കിഡ്നിയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നൈട്രജൻ വേസ്റ്റുകളെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തപ്പെടുന്നത്. കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നത്? ഇമ്പ്യൂരിറ്റീസിനെ, രക്തത്തിലുള്ള ബ്ലഡിലുള്ള നൈട്രജൻ്റെ വേസ്റ്റുകളെ അരിച്ചു മാറ്റുന്നത് ആരാണ്? നമ്മുടെ കിഡ്നിയാണ്. സോ അങ്ങനെ കിഡ്നിയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റീനൽ ആർട്ടറി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം കേട്ടോ. റീനൽ ആർട്ടറി ആണ്. റീനൽ ആ ഒരു ടേം എപ്പോഴും എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുക, കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ്. കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറി ആണ്. തിരിച്ചു കൊണ്ടുപോകുന്നത്, ലീവ് ചെയ്ത് കിഡ്നിയിൽ നിന്ന് തിരികെ പോകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റീനൽ വെയിൻ ആണ് കേട്ടോ. കിഡ്നിയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? റീനൽ ആർട്ടറി ആണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ 2 പോയിന്റ് കൊണ്ട് എന്ത് ചെയ്യാം, ഒരുമിച്ചൊന്ന് മനസ്സിലേക്ക് കരുതുക. നൈട്രജൻ വേസ്റ്റുകളെ റിമൂവ് ചെയ്യുന്നതിനായി കിഡ്നിയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളാണ് റീനൽ ആർട്ടറി. ഇതിനുശേഷം കിഡ്നിയിൽ നിന്ന് നൈട്രജൻ വേസ്റ്റ് റിമൂവ് ചെയ്തതിനു ശേഷം ലീവ് ചെയ്തു പോകുന്ന കുഴലുകളാണ് ഏതെന്ന് പറയുന്നത്? റീനൽ വെയിൻ എന്ന് പറയുന്നത്. ആ പോയിന്റുകളൊന്ന് മനസ്സിൽ കരുതണം കേട്ടോ. അടുത്ത് നോക്കാം. വിച്ച് വൈറ്റമിൻ ഈസ് ഓൾസോ കോൾഡ് അസ്കോർബിക് ആസിഡ്. മക്കളെ ഇവിടെ പറയുന്നത് വൈറ്റമിൻ്റെ കെമിക്കൽ നെയിമാണ് തന്നിരിക്കുന്നത്. ഏത് വൈറ്റമിനെയാണ് അസ്കോർബിക് ആസിഡ് എന്നും പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സയൻറ്റിഫിക് ടേം അറിയാവുന്ന എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് വൈറ്റമിൻ്റെ പേരാണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്? ഓപ്ഷൻ വൈറ്റമിൻ എ, വൈറ്റമിൻ B1 ആൻഡ് ദെൻ C, B3 എന്നിവ ഓപ്ഷനിലുണ്ട്. ശരിയായ ഉത്തരം ഏതാണ്? വേഗത്തിൽ കമൻറ്റ് ചെയ്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? അസ്കോർബിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? യെസ്, അത് വൈറ്റമിൻ C ആണ്. വിറ്റാമിൻ C ആണ് എന്ത് പറയുന്നത്? അസ്കോർബിക് ആസിഡ് എന്നും പറയുന്നത്. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ എ എന്താ പറയുന്നത്? വൈറ്റമിൻ എ റെറ്റിനോൾ എന്ന് പറയുന്നു കേട്ടോ. എന്താ പറയുന്നത്? റെറ്റിനോൾ എന്നാണ് പറയുന്നത്. B1 ആണെങ്കിലോ B1നെ തയാമിൻ എന്നാണ് പറയുന്നത്. B1നെ എന്ത് പറയുന്നു? തയാമിൻ എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ B3 എന്ത് പറയുന്നു? B3യെ നിയാസിൻ എന്നാണ് പറയുന്നത്. നിയാസിൻ എന്നാണ് പറയുന്നത് കേട്ടോ. നിയാസിൻ. റെറ്റിനോൾ എന്ന് പറയുന്നു. ആരെയാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്? റെറ്റിനോൾ എന്ന് പറയുന്നത് എ ആണ്. തയാമിൻ,
തയാമിൻ എന്ന് പറയുന്നത് ആരെയാണ്? B1നെയാണ് തയാമിൻ എന്ന് പറയുന്നത്. B3 ആണ് എന്തെന്ന് പറയുന്നത്? നിയാസിൻ എന്ന് പറയുന്നു. B3യെ നിയാസിൻ എന്ന് പറയുന്നു. ചോദ്യത്തിലെ അസ്കോർബിക് ആസിഡ് ആയിരുന്നു അത്. ശരിയായ ഉത്തരം ഏതാണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ പേരാണ് ഏതെന്ന് പറയുന്നത്? അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലാ വൈറ്റമിൻസിനെയും കെമിക്കലിനെയും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു മാത്ത് ദ ഫോളോയിങ് ടൈപ്പ് ആണ്. ഡിസീസും അതുപോലെ തന്നെ എന്താണ് ആ ഡിസീസ് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളുമാണ് തന്നിരിക്കുന്നത്. ട്യൂബർകുലോസിസ് തിരിച്ചറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരി? എലിസ, ബയോപ്സി, മാൻഡോക്സ് ആൻഡ് വൈഡൽ എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. യെസ്, നമ്മുടെ ട്യൂബർകുലോസിസ് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുന്ന ആരെയാണ്? മാൻഡോസ് ടെസ്റ്റിലൂടെയാണ് നമുക്ക് പറ്റുക കേട്ടോ. മാൻഡോസ് ടെസ്റ്റിലൂടെയാണ് പറ്റുന്നത്. എ ആണ് കേട്ടോ. എ. ആൻഡ് ദെൻ ടൈഫോയിഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈഫോയിഡ് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ടൈഫോയിഡ് രോഗത്തിനെ തിരിച്ചറിയാനായിട്ട് നടത്തുന്ന ഡയഗ്നോസ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈഡൽ ടെസ്റ്റ് ആണ് കേട്ടോ. ഏതാണ്? വൈഡൽ ടെസ്റ്റ് ആണ്. വൈഡൽ ടെസ്റ്റ് ആണ്. വൈഡൽ ടെസ്റ്റ് ആണ്. വൈഡൽ ടെസ്റ്റ് ആണ്. B4 ആണ് കേട്ടോ. വൈഡൽ ടെസ്റ്റ് ആണ്. എയ്ഡ്സ് ആണ് എങ്കിലോ? എയ്ഡ്സ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? എയ്ഡ്സ് തിരിച്ചറിയാൻ നടത്തുന്ന പരിശോധന ഏതാണ്? ഫസ്റ്റ് ആദ്യം നമുക്കത് തിരിച്ചറിയാൻ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റാണ് എന്ന് പറയുന്നത് അത് നമ്മുടെ എലിസ ടെസ്റ്റ് ആണ് കേട്ടോ. എലിസ ടെസ്റ്റ് ആണ്. എലിസ. ആൻഡ് ദെൻ ക്യാൻസർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ക്യാൻസർ ആണോ എന്ന് മനസ്സിലാക്കുന്നത്? ട്യൂമറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബയോപ്സിക്ക് അയച്ചെന്ന് പറയും അല്ലേ? എന്താണ് ക്യാൻസർ കോശങ്ങളാണോ ക്യാൻസർ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റിന് അയച്ചു എന്ന് പറയും. ഏത് ടെസ്റ്റ്? ബയോപ്സിക്ക് അയച്ചു എന്ന് പറയും. സോ ക്യാൻസർ തിരിച്ചറിയാനുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ബയോപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും വരിക. ട്യൂബർകുലോസിസ് മാൻഡോസ് ടെസ്റ്റ് ആൻഡ് ദെൻ ടൈഫോയിഡ് ആകുമ്പോൾ വൈഡല്, എയ്ഡ്സ് ആകുമ്പോൾ എലിസ, ക്യാൻസർ ആകുമ്പോൾ ബയോപ്സി. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് മാച്ച് ചെയ്യുക? A3, B4, C1, D2. ആദ്യത്തെ ഓപ്ഷൻ തന്നെ എ ആണ്. എ ആണ്. കിട്ടിയോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ട്യൂബർകുലോസിൻ്റെ വാക്സിൻ്റെ പേര് BCG. മറന്നുപോലെ കേട്ടോ. ട്യൂബർകുലോസിസിലെ ക്ഷയരോഗത്തിനെതിരെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BCG വാക്സിനാണ്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന വാക്സിനാണ് എന്ന് പറയുന്നത് BCG. ഏത് രോഗത്തിനെതിരെയാ? TB അല്ലെങ്കിൽ ട്യൂബർകുലോസിസിനെതിരെ. ഇത് തിരിച്ചറിയാൻ രോഗം വന്നു എങ്ങനെ കണ്ടുപിടിക്കും? ആ ടെസ്റ്റിൻ്റെ പേരെന്താ? മാൻഡോക്സ് എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര് കേട്ടോ. അതുപോലെ തന്നെ ടൈഫോയിഡ് വന്നു തിരിച്ചറിയണം. ഏത് ടെസ്റ്റിലൂടെയാണ് തിരിച്ചറിയാൻ പറ്റുക? വൈഡൽ ടെസ്റ്റിലൂടെയാണ്. എയ്ഡ്സ് ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റിൻ്റെ പേരെന്താ? എലിസ ടെസ്റ്റ് എന്നാണ്. ക്യാൻസർ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിൻ്റെ പേരെന്താ? ബയോപ്സി എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 4 എണ്ണവും പഠിച്ചു വെക്കുക. സോ ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ നോക്കാം നമുക്ക്. ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി. ലാർജസ്റ്റ് ഗ്ലാൻഡ്, ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ. സ്കിൻ, തൈറോയിഡ് ഗ്ലാൻഡ്, ലിവർ, പീനിയൽ ഗ്ലാൻഡ് എന്നിവ ഓപ്ഷനിലുണ്ട്. ഏതാ പിക്ക് ചെയ്യുക? മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ആരാണ് അത്? ലിവറാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് കരളാണ്. കരൾ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെക്രീഷൻ ഉണ്ടല്ലോ. കരളിൻ്റെ സെക്രീഷൻ്റെ പേരെന്താ? ബൈൽ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കരൾ സെക്രീറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ബൈലിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി അറിയേണ്ട മറ്റു ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ലാർജസ്റ്റ് ഓർഗനാണ് ചോദിച്ചെങ്കിൽ, അവയവം ലാർജസ്റ്റ് ഓർഗനാണ് ചോദിച്ചതെങ്കിൽ എന്തെഴുതണമായിരുന്നു? സ്കിന്നാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് കണക്കാക്കുന്ന ആരെയാണ്? നമ്മുടെ ത്വക്കിനെയാണ്, സ്കിന്നിനെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി തൈറോയിഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പം ചോദ്യത്തിൽ ഗ്ലാൻഡിന് മുമ്പായിട്ട് എൻഡോക്രൈൻ എന്നുണ്ടെങ്കിൽ, ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്? അവിടെ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം സാധാരണ സിമ്പിളായിട്ട് ഇതുപോലെ എന്താണ്? ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ലിവർ എന്നെഴുതാം. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് എന്ന് എഴുതാം. ലാർജസ്റ്റ് ഓർഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ എഴുതാം? നമുക്ക് സ്കിന്നിനെ എഴുതാം.
ഇനി പീനിയൽ ഗ്ലാൻഡ് കൂടിയുണ്ട്. പീനിയലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറയാം? പീനിയൽ ചെറുതാണ് കേട്ടോ. ആരാണ്? ചെറിയ ഗ്ലാൻഡ് ആണ്, സ്മോളസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി. നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു സ്മോളസ്റ്റ് ഗ്ലാൻഡ്. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് അല്ലെ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവർ ആണ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസ് ആണ് ബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓർഗൻ ആണ്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഓർഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് എഴുതാം നമുക്ക്. സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ് ചോദ്യമെങ്കിൽ ആരെ എഴുതാം? പീനിയൽ ഗ്ലാൻഡിനെ എഴുതാവുന്നതാണ്. കിട്ടിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദെൻ എല്ലാ സബ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓരോ പോയിന്റുകളും നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടുകൂടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് പരിചയമുള്ളവരാരെങ്കിലും ഇതുപോലെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എല്ലാ ലൈവ് സെഷൻസും കാണാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് തന്നെ പഠിക്കുക. ആൻഡ് ദെൻ ഇതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ ഒരു ലൈവ് സെഷൻ്റെ ആഫ്റ്റർ നമ്മൾ ഇടുന്ന ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. മറ്റൊരു ലൈവ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.